ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഇന്നലെ ഒരു ഉച്ചയോടുകൂടി കാട് വെട്ടിത്തെളിക്കലിൻ്റെ പണിയായിരുന്നു കേട്ടോ. അപ്പോൾ സൺഡേയിലാണ് ജൂൾസൺ ഈ വക പരിപാടികളൊക്കെ ചെയ്യാറ്. മാവ് നല്ലപോലെ പടർന്ന് പന്തലിച്ച് നിൽക്കണേന് കേട്ടോ. മൊത്തമായിട്ട് വെട്ടിക്കളയണമെന്നുള്ള പ്ലാനൊക്കെ ഉണ്ടെങ്കിലും മാവിനോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ ആവട്ടെ എന്നും പറഞ്ഞ് ചില്ലകൾ മാത്രം ഇറക്കലാണ് കേട്ടോ സ്ഥിരം പരിപാടി. ചില കൊമ്പുകളൊക്കെ സർവീസ് വയറിലോട്ട് നിൽക്കണ കാരണം ഇത് അനങ്ങുമ്പം കാറ്റ് വരുമ്പോൾ നമുക്ക് കറണ്ട് പോക്കാണ് സ്ഥിരം. അല്ലാതെ കറണ്ട് പോകുന്നതുകൊണ്ട് നമ്മുടെ ഈ മാവിൻ്റെ കൊമ്പ് കൊണ്ട് കറണ്ട് പോകുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴയ്ക്ക് ഇടയ്ക്കൊരു അവധി കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മാവിൻ്റെ കൊമ്പ് ഇറക്കൂട്ടാ. അപ്പോൾ ഈ കൂട്ടിയിട്ടിരിക്കുന്ന മാവിൻ്റെ കൊമ്പുകളുടെ ഇടയിൽ ഒരാൾ ഒളിച്ച് കളിക്കണേനെ. വെട്ടിയിട്ടിരിക്കുന്ന കൊമ്പുകൾ കളയാനായിട്ട് എടുത്തുകൊണ്ട് പോകുമ്പം അടുത്ത കൊമ്പിൻ്റെ അടിയിലോട്ട് കയറും. ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ പോത്തും കുഞ്ഞാണേ, യോണ്ടാൻ. യോണ്ടാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ഞാൻ പോത്തേന്ന് വിളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേൾക്കാത്ത പോലെ കിടന്നിട്ട് 2-3 വിളി കഴിയുമ്പോഴേക്കും വിളി കേൾക്കൂട്ടാ. നമ്മളെന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു പിള്ളേർ എന്തൊക്കെ ചെയ്യുമോ അതേ സ്വഭാവം തന്നെയാണ് ഈ യോണ്ടാനും. ഇപ്പോൾ മാവിൻ്റെ അടിയിൽ നിന്ന് പൊന്നു 2 പ്രാവശ്യം മാറ്റിയതാണ്, പിന്നെയും ചെറിയ കൊമ്പുകളുടെ ഇടയിലോട്ട് ചാടി കയറി കിടക്കണേ കേട്ടോ. ഇപ്പോൾ ഈ യോണ്ടാൻ അവിടെ കിടക്കണത് നമ്മളാരും കണ്ടില്ലെന്ന് വിചാരിച്ചോ? പക്ഷെ നമ്മളത് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ കിടന്ന് ഇളകി ആ കൊമ്പൊക്കെ ഒന്ന് അനക്കിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ പതുക്കെ ഇങ്ങനെ സ്വരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനൊന്നും നോക്കാതെ നിന്നപ്പോഴാണ് തല പുറത്തോട്ടിട്ട് ഞാൻ നോക്കണുണ്ടോ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കള്ളനോട്ടമാണ് ഈ കാണുന്നത്. നമ്മൾ നോക്കുമ്പോൾ തന്നെ വേഗം ഉള്ളിലേക്ക് വലിഞ്ഞു കളയും. അപ്പോൾ ഈ പണിയുടെ ഇടയ്ക്ക് ജൂൾസണൊന്ന് ഇത്തിരി നേരം ഒന്ന് നടുനിവർത്താൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റെപ്പുമേൽ ഇരുന്നതാണേ. വേഗം ഓടിച്ചെന്ന് ജൂൾസൻ്റെ അടുത്ത് പുന്നാരിക്കാൻ വേണ്ടിയിട്ട്. ജൂൾസൺ ഷെയ്ക്ക് ഹാൻഡ് ചോദിച്ചാൽ അപ്പം തന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും. നമ്മുടെ 2 കൈയിലും കാലിലൊക്കെ കയറി 2 കൈയും കൊണ്ട് ഇങ്ങനെ വട്ടം പിടിക്കും. ഈ പോത്തിനെ കൊണ്ടുള്ള ആകെയുള്ള ഉപദ്രവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിലത്ത് എന്ത് നട്ടാലും എൻ്റെ പുറകേ ഇങ്ങനെ നടക്കും. ഞാൻ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ വന്ന് മാന്തിക്കളയും. എന്നാലും നമുക്ക് വെറുപ്പ് തോന്നൂല കേട്ടോ. ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. ഇടയ്ക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ 2 അടിയൊക്കെ കൊടുക്കൂട്ടോ ഈർക്കിൽ വെച്ച്. പക്ഷേ പിള്ളേരടിക്കണ പോലെ വേദനിപ്പിക്കാണ്ട് അടിക്കുള്ളൂ.